ഹായ് ഫ്രണ്ട്സ്, ഡിയർ കൊമേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഗുഡ്വില്ലിന്റെ വാല്യുവേഷൻ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ കണ്ടുപിടിക്കാം. എന്താണ് സൂപ്പർ പ്രോഫിറ്റ് എന്ന് നമുക്ക് നോക്കാം. സൂപ്പർ പ്രോഫിറ്റ് ഈസ് ദി എക്സസ് ഓഫ് ആക്ച്വൽ ആവറേജ് പ്രോഫിറ്റ് ഓവർ നോർമൽ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ. സൂപ്പർ പ്രോഫിറ്റ് എന്താണ് നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. സപ്പോസ് 1,00,000 രൂപ ക്യാപിറ്റൽ ഉപയോഗിച്ചുകൊണ്ട് രണ്ട് കമ്പനി ബിസിനസ് ചെയ്യും. കമ്പനി എയും കമ്പനി ബിയും. നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ 10% ആണ്. നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ 10% ആണെങ്കിൽ, അതായത് 1 lakh ക്യാപിറ്റൽ ഉപയോഗിച്ചുകൊണ്ട് കമ്പനി നേടുന്ന പ്രോഫിറ്റ് 10% ആണ്. 1 lakh ഉപയോഗിച്ചുകൊണ്ട് നോർമൽ പ്രോഫിറ്റ് എത്ര കിട്ടുമെന്നാണ് നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമുക്ക് 1 lakhന്റെ 10% എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 10,000 ആണ്. ഇതാണ് നമുക്ക് കിട്ടേണ്ട നോർമൽ പ്രോഫിറ്റ്. എക്സാമ്പിളിലേക്ക് നോക്കുമ്പോൾ കമ്പനി എക്ക് കിട്ടുന്ന പ്രോഫിറ്റ് 30,000 ആണെന്ന് വിചാരിക്കുക. പ്രോഫിറ്റ് 30,000. ബി എന്ന കമ്പനിക്ക് 10,000 കിട്ടി പ്രോഫിറ്റ്. കമ്പനി എക്ക് കിട്ടിയ പ്രോഫിറ്റ് 30,000, കമ്പനി ബിക്ക് 10,000. അതായത് കമ്പനി ബിക്ക് നോർമൽ പ്രോഫിറ്റ് ആണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ കമ്പനി എക്ക് 30,000 ആണ് കിട്ടിയിട്ടുള്ളത്. അതായത് കമ്പനി എക്ക് കിട്ടിയിട്ടുള്ളത് സൂപ്പർ പ്രോഫിറ്റ് ആണ്, എക്സസ് ആയിട്ടുള്ള പ്രോഫിറ്റ് ആണ് കിട്ടിയിട്ടുള്ളത്. നോർമൽ പ്രോഫിറ്റിനേക്കാൾ എക്സസ് ആയിട്ടുള്ള പ്രോഫിറ്റ് ആണ് കമ്പനി എക്ക് കിട്ടിയിട്ടുള്ളത്. എമൗണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. കിട്ടിയ പ്രോഫിറ്റ് 30,000. നോർമൽ പ്രോഫിറ്റ് കിട്ടേണ്ടത് 10,000 ആയിരുന്നു. കമ്പനി എയുടെ സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 30,000 മൈനസ് 10,000, 20,000 റുപ്പീസ്. 20,000 ആണ് കമ്പനി എയുടെ സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ ചില സ്റ്റെപ്സ് നമുക്ക് ഫോളോ ചെയ്യേണ്ടതുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ്, കാൽക്കുലേറ്റ് ആവറേജ് പ്രോഫിറ്റ്. ആവറേജ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് ചെയ്യണം. ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് ആവറേജ് പ്രോഫിറ്റ് കിട്ടും. അടുത്ത സ്റ്റെപ്പ്, നോർമൽ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. നോർമൽ പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഡിവൈഡഡ് ബൈ 100. അടുത്ത സ്റ്റെപ്പ്, കാൽക്കുലേറ്റ് സൂപ്പർ പ്രോഫിറ്റ്. ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് സൂപ്പർ പ്രോഫിറ്റ് കിട്ടും. ലാസ്റ്റ് സ്റ്റെപ്പ്, ഗുഡ്വിൽ. ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. നമ്മുടെ എക്സാമ്പിൾ നമുക്കൊന്ന് നോക്കാം. ഇവിടെ ക്യാപിറ്റൽ തന്നിരിക്കുന്നത് 1 lakh, നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ തന്നിരിക്കുന്നത് 10%. അപ്പോൾ നോർമൽ പ്രോഫിറ്റ് കാണാനായിട്ട് ക്യാപിറ്റൽ എംപ്ലോയിഡ് 1 lakh ഇൻറ്റു 10%. അത് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമുക്ക് നോർമൽ പ്രോഫിറ്റ്. നോർമൽ പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് നമുക്ക് സൂപ്പർ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. സൂപ്പർ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് സൂപ്പർ പ്രോഫിറ്റ് കിട്ടും. ലാസ്റ്റ് സ്റ്റെപ്പ്, കാൽക്കുലേറ്റ് ഗുഡ്വിൽ. ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്
ഗുഡ്വിൽ ഈക്വൽ ടു സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. ഇത്രയും സ്റ്റെപ്സ് ആണ് നമ്മൾ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ ഗുഡ്വില്ലിന്റെ വാല്യുവേഷന് വേണ്ടി ചെയ്യേണ്ടത്. സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാം. ക്വസ്റ്റ്യൻ: പ്രോഫിറ്റ് ഓഫ് ദ ഫേം ഫോർ ദി ലാസ്റ്റ് 5 years were ഇയർ പ്രോഫിറ്റ്. 2010 മുതൽ 2014 വരെയുള്ള പ്രോഫിറ്റ് ആണ് തന്നിട്ടുള്ളത്. ദ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻ ദി ഫേം ഈസ് rupees 2,50,000. നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് 10%. കാൽക്കുലേറ്റ് ഗുഡ്വിൽ ഓൺ ദി ബേസിസ് ഓഫ് 3 years പർച്ചേസ്. ഈ പ്രോബ്ലം നമ്മൾ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് ഉപയോഗിച്ചാണ് സോൾവ് ചെയ്യുന്നത്. ഫസ്റ്റ് ആവറേജ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ആവറേജ് പ്രോഫിറ്റ് ഈക്വൽ ടു ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. 35,000 plus 45,000 plus 32,000 plus 28,000 plus 20,000. ഇത് ടോട്ടൽ ചെയ്യുമ്പോൾ കിട്ടുന്നത് 1,60,000 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് 5. That is equal to 32,000. ആവറേജ് പ്രോഫിറ്റ് നമുക്ക് കിട്ടിയത് 32,000. നെക്സ്റ്റ് സ്റ്റെപ്പ് നോർമൽ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. നോർമൽ പ്രോഫിറ്റ് ഈക്വൽ ടു ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഡിവൈഡഡ് ബൈ 100. നമുക്ക് ക്വസ്റ്റ്യനിൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് തന്നിട്ടുണ്ട്. ദ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻ ദി ഫേം ഈസ് 2,50,000. ക്യാപിറ്റൽ എംപ്ലോയിഡ് 2,50,000 ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഡിവൈഡഡ് ബൈ 100. നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 10%. 2,50,000 ഇൻറ്റു 10/100. That is equal to 25,000. ഫസ്റ്റ് സ്റ്റെപ്പ് ആവറേജ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. അത് കഴിഞ്ഞാൽ നോർമൽ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അടുത്ത സ്റ്റെപ്പ് നമുക്ക് സൂപ്പർ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. സൂപ്പർ പ്രോഫിറ്റ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. ആവറേജ് പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത് 32,000 മൈനസ് നോർമൽ പ്രോഫിറ്റ്. നോർമൽ പ്രോഫിറ്റ് 25,000. 32,000 നിന്ന് 25,000 കുറക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 7,000. നമുക്ക് കിട്ടുന്ന സൂപ്പർ പ്രോഫിറ്റ് 7,000. അടുത്ത സ്റ്റെപ്പ് ഗുഡ്വില്ല് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഗുഡ്വിൽ ഈക്വൽ ടു സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. സൂപ്പർ പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത് 7,000 ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ഗുഡ്വിൽ ഓൺ ദ ബേസിസ് ഓഫ് 3 years പർച്ചേസ്. നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് 3. 7,000 ഇൻറ്റു 3 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 21,000. 21,000. സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് ഉപയോഗിച്ച്
ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ട പ്രോബ്ലമാണ് നമ്മളിപ്പോൾ കണ്ടത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ. ഓക്കെ, താങ്ക് യു.